ഹായ് ഗായ്സ്, മാർക്കറ്റ് മിശ്രൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഈ ഒരു ഡിമാൻഡ് സോൺ പല വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിമാൻഡ് സോൺ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഡിമാൻഡ് സോൺ. ആ ഡിമാൻഡ് സോണിൽ ചെറിയൊരു ബൈയിങ് നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം നിഫ്റ്റി ആസ് ഡിമാൻഡ് സോൺ എക്സ്ട്രീംലി സ്ട്രോങ് ഫോഴ്സ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നിഫ്റ്റിയുടെ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഈ ഒരു ബ്രേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് സേ ലാസ്റ്റ് 11 ഡേയ്സിലെ നിഫ്റ്റിയുടെ ക്യാൻഡിൽസ് നമുക്ക് നോക്കി നോക്കാം. സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഈ ക്യാൻഡിൽസ് നിങ്ങൾ ലാസ്റ്റ് 11 ഡേയ്സിലെ ക്യാൻഡിൽസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ 2 ഗ്രീൻ ക്യാൻഡിൽസ് ഉള്ളൂ, ബാക്കി 9 റെഡ് ക്യാൻഡിൽസ് ആണുള്ളത്. സോ ബേസിക്കലി what that mean is that നിഫ്റ്റിയിൽ ഒരു എക്സ്ട്രീം ഒരു സെല്ലിംഗ് പ്രഷർ ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ഇവിടുന്ന് വീണ്ടും ഒരു സെല്ലിംഗ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി നിഫ്റ്റി എന്ന ഇൻഡെക്സ് കുറച്ച് ഓവർ സോൾഡ് സെനാരിയോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീംലി മോശം ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു മൂവ് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു താഴത്തേക്ക്. ഐഡിയൽ കേസ് സിനാരിയോ ചെറിയൊരു പുൾ ബാക്ക് മുകളിലേക്ക് കിട്ടാനാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല ഈ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു, റൈറ്റ്. പക്ഷേ നിഫ്റ്റി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് സ്ട്രെയിറ്റ് നേരെ വന്ന് വീഴുകയും ചെയ്തു അല്ലേ. സോ നേരെ വന്ന് ലൈക്ക് ഒരു കൺസോൾട്ടേഷനോ പുൾ ബാക്കോ ഒന്നുമില്ലാതെ തന്നെ നിഫ്റ്റി സ്ട്രെയിറ്റ് താഴത്തേക്ക് വീഴുക ചെയ്തത്. പക്ഷെ അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട്സ് ആയിക്കോട്ടെ ബ്രേക്ക് ഡൗൺ ആയിക്കോട്ടെ ഇതെല്ലാം ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഓൾറെഡി കുറച്ച് ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അവരിവിടെ എത്തുമ്പോൾ ഓൾറെഡി പ്രോഫിറ്റ്സിലായിരിക്കും ഈ ലെവലിൽ ഇവിടേക്ക് എത്തുമ്പോൾ. പക്ഷേ അവരപ്പോഴും അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത് നേരെ താഴ്ത്തിക്ക് വരുന്നത്. അല്ല അപ്പോൾ അവർ ചെറിയ രീതിയിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഡിമാൻഡ് സോണിൽ ചെറിയ ബൈയിങ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടതാണ്. പക്ഷേ അത് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് അവർ സ്റ്റിൽ ഹോൾഡിംഗ് ആയിരിക്കുമെന്നാണ്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് കിട്ടി സ്റ്റിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ അങ്ങ് ബ്രേക്ക് ഡൗൺ ആ ചെയ്ത് ഇവിടെ ചെറിയ ഹോൾഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ ചെറിയ പുൾ ബാക്കോ അല്ലെങ്കിൽ ഇവിടെ ചെറിയ കൺസോൾട്ടേഷൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പുൾ ബാക്ക് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇവിടെ സെല്ലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെല്ലേഴ്സ് എവിടെ നിന്നെങ്കിലും സെല്ല് ചെയ്യുമല്ലോ അല്ലെങ്കിൽ ബൈ ചെയ്യുമല്ലോ, അവരുടെ പ്രോഫിറ്റ്സ് അവർ ബുക്ക് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പുൾ ബാക്ക് വരും, റൈറ്റ്. സോ അങ്ങനെ ഒരു പുൾ ബാക്ക് വന്നാൽ നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പുൾ ബാക്ക് കുറച്ചുകൂടെ അകത്തേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ഫെയിൽഡ് പുൾ ബാക്ക് ആവാനുള്ള പ്രോബിലിറ്റിയും കൂടും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതുപോലെ നിങ്ങൾ നോക്കിയത് 5 പീരിയഡ് മൂവിങ് ആവറേജ് ആണ്. 5 പീരിയഡ് മൂവിങ് ആവറേജിനൊന്നും ടച്ച് ചെയ്യാതെയാണ് ആൻഡിൽസൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും സ്ട്രെച്ച്ഡ് ആണ് താഴത്തേക്ക്, റൈറ്റ്. അപ്പോൾ ഈ മൂവിങ് ആവറേജസൊക്കെ എല്ലാം ഈ ക്യാൻഡിൽസിൻ്റെ അടുത്തേക്ക് ക്യാച്ചപ്പ് ചെയ്യട്ടെ. അതിന് ശേഷം നല്ലൊരു കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അതായിരിക്കും ബെറ്റർ കേസ് സിനാരിയോ. പക്ഷേ ഇവിടെ ഒരു ഐഡിയൽ സിനാരിയോ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നേരെ വരുന്നു, ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് വരുന്നു, ഈ ഡിമാൻഡ് സോണിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡിമാൻഡ് സോണിൽ 2, 3, 4 ദിവസമൊക്കെ സൈഡ് വേസ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നല്ലൊരു ബ്രേക്ക് ഡൗൺ താഴത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള കേസുകൾ കൂടുതൽ വർക്ക് ആവാൻ, അതായത് അങ്ങനെയുള്ള ബ്രേക്ക് ഡൗണുകൾ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബിലിറ്റി ഗെയിം അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സെറ്റപ്സിനൊക്കെ പ്രോബിലിറ്റി കൂടുതൽ വരുത്താൻ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഹൈ പ്രോബിൾ സെറ്റപ്സ് കൂടുതൽ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഹൈലി പ്രോഫിറ്റബിൾ ആണുള്ള പ്രോബിലിറ്റി നമ്മുടെ കൂടും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ഫോൾസിൽ നിന്നൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ സെല്ല് ചെയ്യരുത്. കാരണം ഓൾറെഡി സ്ട്രെച്ച്ഡ് ആണ് മാർക്കറ്റ് ടു ദ ഡൗൺ സൈഡ്. സോ അവിടെ നിന്ന് എപ്പോഴും ഒരു പുൾ ബാക്ക് വരും. നമ്മളിത് റബ്ബർ ബാൻഡ് തിയറി പോലെ പറയുന്ന പോലെയാണ്. റബ്ബർ ബാങ്ക് എത്രമാത്രം വലിക്കുന്നു അത്രയും പെട്ടെന്ന് അത് അടുത്തേക്ക് വരുമല്ലോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സെയിം സിനാരിയോ ആണ് ഇവിടെയും കാണിക്കുന്നത്, റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കറ്റ് നേരെ വന്നു കഴിഞ്ഞ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള സിനാരിയോ അല്ല. പക്ഷെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തും ചെയ്യാതെയും വരാം. ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാതെ മാർക്കറ്റ് താഴെ പോയി അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെന്താ പറയുന്നത് അറിയോ, ഫെയിൽഡ് ബ്രേക്ക് ഡൗൺ ആണ്.
അതായത് മാർക്കറ്റ് താഴെ പോകാൻ ശ്രമിച്ചു, പക്ഷേ ബുൾസ് സമ്മതിച്ചില്ല, നേരെ തിരിഞ്ഞു, മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വരാൻ ഇവിടെ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒന്നാമത്തെ കേസ് മാർക്കറ്റ് ഇവിടെ വലിയ കൺസോൾട്ടേഷനും കാര്യങ്ങളൊന്നും കാണിച്ചില്ല. ഓൾറെഡി സെല്ലേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവാണ്. 11 ഡേയ്സിൽ 9 ഡേയ്സും റെഡ് ക്യാൻഡിൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യണം. നാളെയോ മത്തലബ് ഞാൻ ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ചയാണ്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യാണ് ഈ ഒരു 5 EMA 10 EMA മുകളിൽ നിന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഇവിടെ സെല് ചെയ്ത ആൾക്കാരുണ്ടാവും. അതായത് അമേച്ചർ ട്രേഡേഴ്സ് ഇവിടെ സെല് ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ആയതുകൊണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഏകദേശം മാക്സ് ടു മാക്സ് ഈ ഒരു ലെവലിലായിരിക്കില്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു ക്ലോസ് വരുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ അവർ സെല്ലെന്ന് ചെയ്ത പൊസിഷൻ നമ്മൾ ബൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ബേസിക്കലി ഇവിടെ ബൈയിങ് വന്നു. പ്ലസ് നമ്മൾ ഇങ്ങനത്തെ റിവേഴ്സ് ഇങ്ങനത്തെ ഫെയിൽഡ് ബ്രേക്ക് ഡൗൺസൊക്കെ മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്ന ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫെയിൽഡ് ബ്രേക്ക് ഡൗൺസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇവിടെ ബൈ ചെയ്യുന്നു, റൈറ്റ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ബൈയിങ് വരുമ്പോൾ എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ് ടു ദ അപ്പ് സൈഡ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അത് വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വരാം എന്നാണ് ഞാൻ പറയുന്നത്. വരുന്ന ദിവസങ്ങൾ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഓവർസോൾഡ് കണ്ടീഷനും ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച്ഡ് മാർക്കറ്റും ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മൂവ്, ഞാൻ ഒരു എക്സ്ട്രീം അപ്പ് മൂവ് ടു ദ അപ്പ് സൈഡ് എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഈ ഒറ്റയടിക്ക് 24,800 എത്തുമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ലെവലിൽ നിന്ന് ബൈയിങ് വന്ന് മേ ബി 50 EMA ലെവലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 20 EMA തൊട്ട് മുകളിലൊക്കെ പോയിട്ട് ഈ ലെവലിലൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വീഴുമായിരിക്കും. സോ അതാണ് ഞാൻ ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, സോ ഇവിടെ നിന്നൊരു സെല്ലിങ് താഴത്തേക്ക് വരാൻ എക്സ്ട്രീംലി പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സെല്ലിങ് വന്നു കഴിഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്യില്ല. പക്ഷേ ഞാനിവിടെ ബൈ ചെയ്യാനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക, ബിക്കോസ് ഈ സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, റൈറ്റ്. സോ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. അപ്പോൾ ആസ് എ സ്വിംഗ് ട്രേഡർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ബൈയിങ് തന്നെ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സോ എക്സ്ട്രീം സെൽ ഓഫ് വന്നു അല്ലേ, റബ്ബർ ബാൻഡ് തിയറി അഗെയിൻ നല്ല എക്സ്ട്രീമായിട്ട് സെൽ ഓഫ് വന്ന് തിരിച്ച് മുകളിലേക്കൊരു പുൾ ബാക്ക് വരണം, റൈറ്റ്. അതാണ് ഇവിടെയും ഞാൻ പറയുന്നത്. നേരത്തെ നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം ഒരു ഫോഴ്സ് തന്നെ താഴത്തേക്ക് വന്നു. 5 EMA ഒന്നും ടച്ച് ചെയ്യാതെ ക്യാൻഡിൽസ് നിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്തായാലും അകത്തേക്ക് വരും, ഡാം ഷുവർ. പക്ഷേ ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമോ, ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് താഴത്തേക്ക് വരുമോ എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. ഇവിടെ നിന്നൊരു പുൾ ബാക്ക് ഡാം ഷുവർ നമുക്ക് ലൈക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് ദ ടൈം ദാറ്റ് വിൽ കം. അതെനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു. കാരണം ഇവിടെ നോക്കിയേ, ഇവിടെ ക്യാൻഡിൽസൊക്കെ ഈ 5 EMA ടച്ച് ചെയ്യാതെ ക്യാൻഡിൽസ് ഫോം ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ റിവേഴ്സിൽ വന്നു, റൈറ്റ്. ഇവിടെയോ അതെ, ക്യാൻഡിൽസ് ഒന്ന് ചെറിയൊരു കൺസോളേഷൻ വന്നു, ബ്രേക്ക് ഡൗൺ തരാൻ ശ്രമിച്ചു, നടന്നില്ല, വീണ്ടും ഒരു മൂവ് ടു ദ അപ്പ് സൈഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ 200 EMA വരെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ, എക്സ്ട്രീം സെല്ലിംഗ് പ്രഷർ തന്നെ ഉണ്ട് മാർക്കറ്റിൽ എന്ന് പറയാം. അപ്പോൾ മാർക്കറ്റ് മേ ബി ഒന്നും കൂടെ താഴെ വന്ന് ഫെയിൽഡ് ബ്രേക്ക് ഡൗണൊക്കെ തന്ന് മുകളിലേക്ക് പോകുമോ, അതായത് ബൈ നെക്സ്റ്റ് മന്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ മൂവ്മെൻറ്റ് കിട്ടുക, അതോ സഡൻ മൂവ്മെൻറ്റ് നമുക്ക് വരുമോ എന്നൊക്കെ നമ്മൾ നോക്കി കണ്ടുവരും. പക്ഷേ ഓൾറെഡി 5 EMA മുകളിൽ നമുക്ക് നല്ലൊരു ക്ലോസ് 2 ദിവസം ക്ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രോങ് ക്ലോസ് അല്ല, സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ദാൻ ലാസ്റ്റ് ലൈക്ക് 1 വീക്സ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ നല്ല സ്ട്രോങ് മൂവ്മെൻറ്റ് കിട്ടുമോ മുകളിലേക്ക്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് അനാലിസിസിൽ നമുക്ക് നോക്കാം ഒരു നല്ലൊരു ബ്രെഡ്ത്ത് ത്രസ്റ്റ് കിട്ടുമോ മുകളിലേക്ക് എന്നൊക്കെ. അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ ലെവലിലൊക്കെ ഞാൻ 1-2 ട്രേഡ്സൊക്കെ ട്രൈ ചെയ്ത് അതെല്ലാം സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കും ഇനി. ഇപ്പോൾ നല്ലൊരു ബ്രെഡ്ത്ത് ത്രസ്റ്റ് മുകളിലേക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ്സ് എടുക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. പിന്നെ നമുക്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൻ്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്രെഡ്ത്ത് അനാലിസിസ് ആണ്. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സ് അബൌട്ട് 20 EMA ഒബ്വിയസ്ലി 10 താഴെ പോയിട്ട് നല്ലൊരു മൂവ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവ്
വന്നിട്ടുണ്ടെങ്കിൽ നല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സിലൊന്നും വലിയ മൂവ്സ് കാണാൻ നമുക്ക് പറ്റുന്നില്ല. എങ്കിലും മാർക്കറ്റിൽ അണ്ടർലൈനിൽ ഒരു പ്രഷർ ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നു, റൈറ്റ്. അതുപോലെ തന്നെ സ്റ്റോക്സ് അബവ് 50 MA നോക്കുകയാണെങ്കിലും 15 താഴെ വന്ന് 14.44 വന്ന് ചെറിയ ബൈയിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ബൈയിങ് കുറച്ച് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്സിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. വേറൊരു ചാർട്ട്, ഇൻട്രസ്റ്റിംഗ് ചാർട്ട് എനിക്ക് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ വ്യൂ ക്വയറി, ഇത് 52 വീക്ക് ലോസ് ആൻഡ് ഹൈസിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്സ് ടേക്ക് ഈ ഒരു മൂവ് കണ്ടോ, Jan 13, 2025 ഈ ലോ വന്നാണ്. അതായത് അത് 0ക്ക് താഴെ വന്നതാണ്. ഇപ്പോൾ നമുക്ക് -24.17% ആണ് ഉള്ളത്. അതായത് മോസ്റ്റ്ലി 52 വീക്ക് ലോ അടിക്കുന്ന സ്റ്റോക്സാണ് കൂടുതലുള്ളത്, റാദർ ദാൻ 52 വീക്ക് ഹൈ അടിക്കുന്ന സ്റ്റോക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ എക്സ്ട്രീം ബെയറിഷ് പ്രഷറുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ 0ക്ക് മുകളിൽ പോയാൽ മാത്രമേ മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് വന്ന് കാണുള്ളൂ. അല്ലാത്ത പക്ഷം ചെറിയ ചെറിയ ബൗൺസുകളൊക്കെ വരും. അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ അത്രയും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കഴിവ്, നിങ്ങൾ ഓൾറെഡി ഇത്രയും 2-3 മാർക്കറ്റ് സൈക്കിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ബൗൺസുകളൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൈറ്റ് നൗ എന്താണ് എൻ്റെ ഒരു ഉപദേശം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ട്രേഡ്സ് എടുക്കാതിരിക്കുക. ഇവിടം വരെ പോയില്ല, സ്റ്റോക്സ് അബവ് 20 MA ഒന്ന് താഴത്തേക്ക് പുൾ ബാക്ക് വരട്ടെ. അതിന് ശേഷം ഒരു നല്ലൊരു മൂവ് മുകളിലേക്ക് വിത്ത് ഗുഡ് ബ്രെത്ത് റെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. സോ അതാണ് മാർക്കറ്റ് അനാലിസിസ്. എനിക്ക് തോന്നുന്നു 2025 കുറച്ച് ടഫ് മാർക്കറ്റായിരിക്കും. 2024 കുറേ നല്ല ഫേസുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അങ്ങനത്തെ കുറച്ച് ഫേസുകളൊന്നും നമുക്ക് കിട്ടാൻ 2025 പ്രോബബിലിറ്റി കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2023 മാർച്ചിൽ നമുക്കൊരു ബോട്ടം വന്നാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ. അതിനുശേഷം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 2 years, റൈറ്റ്. 2 years നല്ലൊരു മൂവ് മുകളിലേക്ക് വന്നു. അപ്പോൾ ഇനി അവിടെ നിന്ന് ഒരു ഡൗൺ മൂവ്മെൻറ്റ് വരാനുള്ള പ്രോബബിലിറ്റിയും ഉണ്ട് റേറ്റിലേക്ക്. മേ ബി അടുത്തൊരു ഈ ഒരു 2025 മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് 2025 ഒരു നെഗറ്റീവ് മാർക്കറ്റ് ചിലപ്പോൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ടഫ് മാർക്കറ്റ്, ഞാൻ പറയും നെഗറ്റീവ് മാർക്കറ്റല്ല, കുറച്ച് ടഫായ മാർക്കറ്റ് ആയിരിക്കാം. സോ ബി പ്രിപ്പയർഡ്. സോ അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ബെയർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ അനാലിസിസ് വെച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ഒരു ഫാക്റ്റ് അല്ല, ബട്ട് അസംഷനാണ്. പക്ഷേ ഈ ഒരു അസംഷൻ ശരിയാവാം, തെറ്റാവാം. സോ you can take it or you can not take it, as well as you can do your own analysis and try to come up with better ideas. ഇപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയാസ് ഓബ്വിയസ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയെക്കുറിച്ചെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Happy investing and happy trading.